ഞാനും എൻ്റെ സുഹൃത്തും കൂടി നടത്തുന്ന ബിസിനസ് പ്ലാനിങ്ങുകളാരും റെക്കോർഡ് ചെയ്ത് വെക്കാതിരിക്കുന്നത് ബിസിനസ് ലോകത്തിന് തന്നെ വമ്പൻ നഷ്ടമാണ്. അത്രയ്ക്ക് വ്യത്യസ്തമായ ആശയങ്ങളാണ് ഞങ്ങളുടെ തലയിലുദിക്കുന്നത്. ഇന്നലെ കൂടി സ്വന്തമായി ഓരോ പോലീസ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെപ്പറ്റി കുലങ്കഷമായി ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. സ്വാഭാവികമായും വല്ല പണിക്കുമ്പോൾ കൂടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ബിസിനസ് എന്തൂസിയാസ്റ്റുകളെ പറ്റി വലിയ ധാരണയില്ലാഞ്ഞിട്ടാണ്. വെറും 3-4 ബിസിനസ് ഐഡിയകൾ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെളിയിൽ പോകുന്നതിനേക്കാൾ ലാഭം വീട്ടിലിരിക്കുന്നതാണ് എന്ന് വീട്ടുകാർ കണക്കുകൂട്ടി കണ്ടുപിടിച്ചിട്ട് നിർബന്ധിച്ച് വീട്ടിലിരുത്തുന്നതാണ്. വലിപ്പച്ചെറുപ്പമില്ലാതെ എലോൺ മസ്കിൻ്റെയും ജെഫ് ബേസോസിൻ്റെയും ചായക്കട നടത്തുന്ന ശങ്കരൻ ചേട്ടൻ്റെയും ബിസിനസ് സ്ട്രാറ്റജികളിലെ പോരായ്മകളെപ്പറ്റി കണ്ണിൽ ചോരയില്ലാതെ ഞങ്ങൾ വിമർശിക്കാറുണ്ട്. ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും പുതിയ സ്ട്രാറ്റജികൾ എന്തൊക്കെയായിരിക്കണം എന്ന് ചർച്ച ചെയ്ത് വിശപ്പ് കയറുന്നുണ്ട്. ഒരു 250 രൂപ എങ്ങനെ മറിക്കാം എന്നതിനെപ്പറ്റിയും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ഐഡിയ ഉള്ളവൻ്റെ കയ്യിൽ ദൈവം കാശ് കൊടുക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനല്ലേ അറിയൂ, ചെയ്യാനറിയില്ലല്ലോ.